ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സാധാരണ സൺഡേയിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേക്കാറുള്ളത്. ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. നമ്മുടെ ആൽഡ്രിൻകുട്ടന് പള്ളിയിൽ ഓഗസ്റ്റ് 15 കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് അവനെ ഒന്ന് പ്രിപ്പയർ ചെയ്യിക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാം ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പനീർ ബട്ടർ മസാലയാണേ. അപ്പോൾ നമുക്കിനി പനീർ ബട്ടർ മസാല തയ്യാറാക്കിയാലോ. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബട്ടർ ഇടുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1-2 ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കായും പട്ടയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം സവാള ക്യൂബായിട്ട് അരിഞ്ഞത് ഇടുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം കാഷ്നട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം തന്നെ ചെറുതായി അരിഞ്ഞ് തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തക്കാളി ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി ഇടുന്നുണ്ട്. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ. അപ്പോൾ അതേ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് പാനിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ചൂടാക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ 2-ാം പാല് ചേർക്കുന്നുണ്ട്. ചില ആൾക്കാർ 1 ഗ്ലാസ് പശുവിൻ പാല് ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ചേർക്കാറുണ്ട് കേട്ടോ. എനിക്ക് തേങ്ങാപ്പാൽ ചേർക്കുന്ന കേട്ടോ കുറച്ചൊരു ടേസ്റ്റി ആയിട്ട് എപ്പോഴും തോന്നാറുള്ളത്. അപ്പോൾ അതേ ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പനീർ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ കുക്ക് ചെയ്താൽ പനീർ കുറച്ച് ഹാർഡായി പോകും കേട്ടോ. അതിന് ശേഷം ഞാൻ 1-ാം പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത കറിയായത് കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടം കേട്ടോ. ആൽഡ്രസിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് 1 ക്യൂബ് ബട്ടറും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കഴിക്കാനോ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ നെയ്ച്ചോറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നെയ്ച്ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും നന്നായിട്ട് പോകും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.